ബഹുമാനപ്പെട്ട ജില്ലാധ്യക്ഷ, മതാധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ 1873 ജനുവരി 2-ാം തീയതി ഫ്രാൻസിലെ അലൻസോണിലാണ് ജനിച്ചത്. ലൂയി മാർട്ടിൻ ഷെല്ലി ഗെറിൻ ദമ്പതികളുടെ 5 പെൺമക്കളിൽ ഇളയവളായിരുന്നു കൊച്ചു ത്രേസ്യ. ജനിച്ചപ്പോൾ തന്നെ മക്കളെ മാതാവിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച മാതാപിതാക്കൾ അവരെ ദൈവഭയത്തിലും വിശുദ്ധിയിലും വളർത്തുന്നതിനും ഏറെ ശ്രദ്ധിച്ചിരുന്നു. മാതാപിതാക്കൾക്കും ചേച്ചിമാർക്കും ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യില്ലെന്ന് കുഞ്ഞിലെ അവൾ തീരുമാനിച്ചിരുന്നു. എന്തെങ്കിലും ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായാൽ അപ്പോൾ തന്നെ ക്ഷമ ചോദിച്ചിരുന്ന കൊച്ചു ത്രേസ്യയെ അപ്പച്ചൻ കൊച്ചുറാണി എന്നാണ് വിളിച്ചിരുന്നത്. തെരേസയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. താമസിക്കാതെ മാർട്ടിൻ കുടുംബം ലിസ്ബണിലേക്ക് മാറി താമസിച്ചു. ലോകത്തിലുള്ള എല്ലാ പാപികളെയും രക്ഷിക്കാൻ ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കാൻ ആഗ്രഹിച്ച കൊച്ചു ത്രേസ്യ ആയിടയ്ക്കാണ് ഫ്രാൻസിനെ എന്ന കൊലപാതകിയെ പറ്റി കേട്ടത്. കള്ളനും കൊലപാതകിയും അയാളെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്തു വില കൊടുത്തും അയാളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിച്ച കൊച്ചു ത്രേസ്യ ഫ്രാൻസിനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ നമ്മൾ അറിഞ്ഞു, വിധിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഫ്രാൻസിനി അടുത്തു നിന്നിരുന്ന വൈദികന്റെ കയ്യിലെ കുരിശുരൂപം വാങ്ങി ചുംബിച്ചു. നിറഞ്ഞ സന്തോഷത്തോടെ അവൾ തന്റെ ആദ്യത്തെ ആത്മാവിനെ സ്വർഗത്തിന് സമർപ്പിച്ചു. 15-ാം വയസ്സിൽ കർമ്മലീത്ത മഠത്തിൽ ചേരാനുള്ള അനുവാദം വാങ്ങാൻ ത്രേസ്യ അപ്പച്ചന്റെ കൂടെ റോമായിൽ പോയി. ലയോ 13-ാമൻ മാർപ്പാപ്പയോട് അഭ്യർത്ഥിച്ചു. ദൈവം തിരുമനസ്സാകുമെങ്കിൽ കാര്യം നടക്കുമെന്നായിരുന്നു മാർപ്പാപ്പയുടെ മറുപടിയെങ്കിലും കാര്യം നടന്നു. 1889 ജനുവരി 10-ാം തീയതി സഭാവസ്ത്രം സ്വീകരിച്ചു. അടുത്ത വർഷം സെപ്റ്റംബർ 8-ാം തീയതി പ്രഥമ വ്രത വാഗ്ദാനം ചെയ്തു. ഉണ്ണീശോയുടെ കളിപ്പന്തെന്നാണ് ത്രേസ്യ തന്നെ വിശേഷിപ്പിച്ചത്. കാണുന്ന എല്ലാവരെ സഹായിക്കുവാനും എല്ലാ ജോലിയും ചെയ്യുവാനും അവൾ ശ്രമിച്ചു. തന്നെ വെറുത്ത് സംസാരിച്ചവരോട് അവൾ മധുരമായി സംസാരിച്ചു. പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടപ്പോഴും എല്ലാവരോടും പുഞ്ചിരിയോടും സ്നേഹത്തോടും ഇടപെടാൻ ശ്രമിച്ചു. മിഷണറി സഹോദരങ്ങൾക്കായും ആത്മാക്കളുടെ രക്ഷയ്ക്കായും അവൾ തന്റെ സഹനങ്ങൾ കാഴ്ചവെച്ചു. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 24-ാം വയസ്സിൽ ത്രേസ്യ തന്റെ ആത്മാവിനെ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചത്. കേവലം 24 വയസ്സ് വരെ മാത്രം ജീവിച്ച ഈശോയുടെ ചെറുപുഷ്പത്തെ 11-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കൊച്ചു കാര്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുവാനും അതുവഴി അനേകരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കയറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നന്ദി.